അമ്മനെ ടെസ്റ്റ് ചെയ്താ? ആ നന്നായി. ഇടക്കൊക്കെ ടെസ്റ്റ് ചെയ്യണത് നല്ലതാ. നീ അത് നോക്ക് ഫസ്റ്റ്. ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഹൈ. ഈ കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാണല്ലോ. രാവിലെ എന്നെ എന്തൊക്കെ പറഞ്ഞടി? നീ ഒന്ന് നേക്ക്. നീ രാവിലെ എന്തൊക്കെ എന്നെ പറഞ്ഞേ? ഞാൻ ദേഹം അനക്കാത്തോണ്ടാണ്, വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ്, ഇതൊക്കെ പറഞ്ഞ ആളാ. ഇതിപ്പോ ആർക്കാ കൂടുതൽ? അമ്മായിനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ അമ്മാവര്. എന്റെ അമ്മാവ കൊളസ്ട്രോൾ ഒക്കെ കൂടിയ വല്ല അറ്റാക്കും ഒക്കെ വരും. എന്തായി അമ്മായി? ഷുഗർ കൂടിയിരിക്കും അല്ലേ? അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. പിന്നെ ഇവര് പോയപ്പോ അമ്മാവനെ കൂടി ടെസ്റ്റ് ചെയ്തു. നോക്ക്, അമ്മാവന് കൊളസ്ട്രോൾ ഒക്കെ ഭയങ്കര കൂടുതലാ. വീട്ടിൽ നനയ്ക്കാനും മുറ്റോടിക്കാനും ഒക്കെ ആളെ വെച്ചിട്ടുണ്ടല്ലോ. നാളെ മുതൽ അയാൾ വേണ്ട, നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. കുറയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവിടെയൊക്കെ പോയി അമ്മാവൻ കുനിഞ്ഞൊരു പുല്ല് പോലും പറിക്കത്തില്ലായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് മോളെ, ഡെയിലി അമ്മാവന് അടിയുണ്ട്. അയ്യോ, അതുണ്ട്. എന്നും ഒരു കൂട്ടുകാരൻ കാണുകയും അടിക്കുമ്പോഴത്തേക്ക് വറുത്തതും പൊരിച്ചതും ഒക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ടാവും. താറാവും കോഴിയും ഉച്ചക്കുള്ള മീൻ വറുത്തതും പപ്പടം ഒക്കെ ഒഴിവാക്കി. ഇനി അതൊന്നും വേണ്ട. ഈ കൊളസ്ട്രോൾ കൂടിയാ രക്തം കട്ട പിടിക്കുന്ന, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവും എന്നൊക്കെ പറയും. അറ്റാക്ക് വന്ന് ചത്തുപോകും. എന്ത് കളിക്കണ കളിയാന്ന് വിചാരിച്ച അമ്മാവൻ. അമ്മാവന് അത്ര പ്രായമുണ്ട് അമ്മാവാ. പിന്നെ അമ്മ ജീവിച്ചിരിക്കുകയാണ്, അത് ഓർത്തോ അമ്മാവൻ. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ ചേച്ചി പ്രശ്നം? നിക്കണം നിപ്പില്ല അങ്ങ് വീട്. കിടക്കുക പോലും ഇല്ല അമ്മാവാ. മരുന്നൊന്നും തന്നില്ലേ? കുഞ്ഞ് മരുന്നിന് എഴുതിയിട്ടുണ്ട്, കഴിക്കോ? ആരാണ്ട് പറഞ്ഞു കൊടുത്തെന്ന് കൊളസ്ട്രോളിനൊന്നും ഈ പ്രായത്തിൽ മരുന്ന് കഴിക്കരുതെന്ന്. അതൊക്കെ പിന്നെ അങ്ങ് ശീലാവുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. ശീലായാലെന്താ? ഇത്രയും പ്രായമായി, ഇനി മരുന്നൊക്കെ കഴിക്കാം. അല്ല, മരുന്ന് കഴിച്ചാൽ സ്ഥിരം കഴിക്കേണ്ടി വരുന്ന പിന്നെ കഴിക്കണ്ടേ? അസുഖം മാറണ്ടേ? ആയുർവേദം. അമ്മാവൻ എന്താ പിടിക്കാൻ പോണ്ടോ ഇനി? സ്ഥിരം കഴിച്ച് മരുന്ന് എടുത്ത കുഴപ്പമാണെന്ന് പറയാനായിട്ട് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല കൊച്ചെ. ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? പണ്ടമ്മാവൻ ഭയങ്കര കളരിയൊക്കെ ആയിരുന്നു ചെറുപ്പത്തിലെ. കാണാനുണ്ട്. എന്താടി ഇപ്പൊ മറ്റേ ചീരത്തോട്ടത്തിലൊക്കെ പണി? എന്താണ് കുളിക്കാൻ തോന്നുന്നു. നടുവ് കുളിക്കിട്ടുണ്ട്. നടുവ് മിന്നിയതായിരിക്കും. യോഗ പറ്റില്ല. പിടിച്ചാ പിടിച്ചുകൂട്ടിയ യോഗ പറ്റില്ല എനിക്ക്. അല്ലേ തന്നെ. അപ്പൊ ഈ യോഗയൊക്കെ ഇങ്ങനെ അറിയാത്തവരൊക്കെ ചെയ്ത പ്രശ്നമാവും. ശരിയാവില്ല. നോക്കായിരുന്നില്ലേ മറ്റേ സൂമ്പ? തൂമ്പൊക്കെ എടുത്ത് ഞാൻ നന്നായി കളിക്കണ ആളല്ലേ. ഡാൻസോ? അതെങ്ങനെ? പാട്ട് വെച്ചിട്ട് സാധാ സ്റ്റെപ്സ് പാട്ടിട്ടിട്ട് കളിക്കേ? അത്രേ ഉള്ളൂ. അമ്മാവന് ഡാൻസ് ഒന്നും അറിഞ്ഞൂടാ? അറിഞ്ഞിട്ടാണോ? ഞാൻ പഠിപ്പിച്ചു തരാം. അതൊന്ന് നോക്കാം. അതൊന്ന് നോക്കാം. ഇത്രയും പാടില്ല. വേണ്ട, നാളെ നോക്കാം. നാളെ മതി. ഓക്കെ. മുത്ത് പറഞ്ഞു തരണേ. പറയാം. കുറഞ്ഞ അത് കുറവുണ്ട്. അത് പിടിച്ചാ പെട്ടെന്നേ ശരീരം ഇളകാൻ മസിൽ പിടിക്കുക. നമ്മളിത് ഇങ്ങനത്തെ പണിയാണെങ്കിൽ എത്ര വേണേ ചെയ്യും. തിരിയണ പണി പറ്റില്ല. അപ്പൊ നാളെ മുത്തും കൂടി നിനക്കിത് വല്ലതും അറിയാമോ? അറിയണ എന്തിനാ? യൂട്യൂബിൽ കിടക്കയില്ലേ, കാണുക, പഠിപ്പിച്ചു കൊടുക്കും.